നിഖിൽ പരമേശ്വരങ്ങൾ വായിച്ചു. നിഖിൽ, എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ കോയമ്പത്തൂരേക്കുള്ള യാത്ര പോലീസ് മുടക്കി. നിഖിൽ, അതെ ഹാഷ്മി, ഇന്ന് രാവിലെ 10:30 ഈ ഷോറൂമിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. രാവിലെ 10:30 അഭിനേത്രിയായിട്ടുള്ള ഹൻസിക മോഡ്വാനിക്കൊപ്പം ബോബി പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. 10 മണി വരെയും അവിടെയുള്ള ആളുകളോട് ബോബി ചെമ്മണ്ണൂർ ഈ ഉദ്ഘാടനത്തിന് എത്തുമെന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് ഷോറൂം മാനേജേഴ്സ് ഒക്കെ അറിയിച്ചിരുന്നത്. അദ്ദേഹം വയനാട്ടിൽ നിന്ന് യാത്ര തിരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനിടെ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഈ കസ്റ്റഡി നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അതിനുശേഷം 10 മണിക്ക് പിന്നാലെ അദ്ദേഹം ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയും ബോബി ഇല്ലാതെയാണ് പിന്നീട് ഈ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ഈ താരം ഉദ്ഘാടനം നിർവഹിച്ച് മടങ്ങിക്കഴിഞ്ഞു. ബോബി ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അവരുടെ പോസ്റ്ററിൽ അടക്കം അറിയിച്ചിരുന്നെങ്കിലും പിന്നീടാണ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം അറിയിച്ചത്. ഹാഷ്മി, ഓക്കെ. കോയമ്പത്തൂരിലൊരു പരിപാടി, കോയമ്പത്തൂരിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ തന്നെ ഒരു കടൽ ഉദ്ഘാടനം ഇന്നുണ്ടായിരുന്നു. അതിന് 10 മണിക്ക് എത്തും എന്നറിയിച്ചിരുന്നതാണ്. അത് ഈ പറഞ്ഞ പോലീസ് കസ്റ്റഡിയെ തുടർന്ന് എത്താൻ കഴിയില്ല എന്ന് പിന്നീട് അറിയിക്കുകയും ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭാവത്തിൽ ആ കടയുടെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുള്ള വണ്ടി അത് എയർ ക്യാമ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നില്ല. എയർ ക്യാമ്പിനകത്തേക്ക് പോകും, അത് എയർ ക്യാമ്പിന് പുറത്തേക്കല്ല പോയത്, എയർ ക്യാമ്പിനകത്തേക്കാണ് ആ വണ്ടി പോയത് എന്നിപ്പോൾ അറിയാൻ കഴിയുന്നു. അപ്പോൾ സ്റ്റിൽ ബോബി ചെമ്മണ്ണൂർ വയനാട് പുത്തൂർ വയലിലെ എയർ ക്യാമ്പിൽ തന്നെയാണ്. അല്പസമയത്തിനകം കൊച്ചിയിലേക്ക് തിരിക്കും എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. ഉടമസ്ഥയിലുള്ള 1000 ഏക്കറിന് പുറത്ത് വെച്ചാണ് കസ്റ്റഡിയിലെടുത്ത്. ബോച്ചെ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ കേരളം വിടാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ കോയമ്പത്തൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് കേരളം വിടലും കുറച്ചുകൂടി നിയമപരമായ പരിഹാരങ്ങൾക്കുള്ള വഴി ടൈം കൺസ്യൂമിങ് ആകുമായിരുന്നു ആ യാത്ര. പക്ഷേ ആ യാത്ര അടക്കം പൊളിക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായിരുന്നു. സുർജിത്ത്, ബോച്ചെ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്ന് പറയുമ്പോൾ കേരളം വിടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നോ ബോബി ചെമ്മണ്ണൂരിന്? ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. മാത്രമല്ല ഇതിൽ കൊച്ചി പോലീസ് DCPയുടെ സംഘം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ വയനാട് SP സ്പെഷ്യൽ സ്ക്വാഡും ഉണ്ടായിരുന്നു. ഇവർ ചേർന്നാണ് 1000 ഏക്കറിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. 900 കണ്ടി റോഡിലേക്ക് പോകുന്ന, അതായത് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ അദ്ദേഹത്തിന്റെ ഭൂമി ഉള്ളത്. ആ ഭൂമിയിൽ തേയിലത്തോട്ടമാണ്, അതിനകത്ത് റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ നിന്നാണ് കസ്റ്റഡി. ഈ ഉടമസ്ഥ ഈ ബോച്ചെ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ, ബോബി ചെമ്മണ്ണൂർ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ കസ്റ്റഡി എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കസ്റ്റഡി. ആ കസ്റ്റഡിക്ക് ശേഷം അദ്ദേഹത്തെ നേരെ ഇവിടേക്ക് എയർ ക്യാമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ എയർ ക്യാമ്പിൽ നിന്ന് അല്പം അകലേക്ക്, അതായത് ഈ മാധ്യമങ്ങളുടെ ക്യാമറകളുടെ വിസിബിലിറ്റി കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇവിടെ നിന്നും കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏത് സമയത്താണ് ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നതും. കൊച്ചിയിലേക്ക് കൊണ്ടുപോയ ശേഷമാകും മറ്റ് തുടർ നടപടികൾ എന്നുള്ളതാണ്. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണ്. സ്വാഭാവികമായും കൊച്ചിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാവുക. അദ്ദേഹത്തെ ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് മാറ്റും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ പുറത്തുണ്ട്, അതായത് ഈ എയർ ക്യാമ്പിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇനി നടപടിക്രമം അറിയേണ്ടത് എപ്പോൾ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ 1000 ഏക്കർ എന്ന് പറയുന്ന ആ പ്രദേശം, അതായത് അത് വിവിധ പരിപാടികളെല്ലാം നടക്കാറുള്ള ഒരു പ്രദേശമാണിത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്ന് അറിയുന്നു. വയനാട് പുത്തൂർ വയലിലെ എയർ ക്യാമ്പിലാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴുള്ളത്. ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം കൂടിയുണ്ട്. കൊച്ചി പോലീസിലെയും വയനാട് SP സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ രാവിലെ 10 മണിയോടെ കസ്റ്റഡിയിലെടുത്തത്. ഉടമസ്ഥയിലുള്ള 1000 ഏക്കർ, 1000 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്തിന് പുറത്തു വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് ബോബി ചെമ്മണ്ണൂരിന് അവിടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ നിന്നാണ് ആ പ്രോപ്പർട്ടിയിൽ നിന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ളതാണ് തപോസ് ബസുമതാരി വയനാട് SP നമ്മളോട് പറഞ്ഞു. അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂർ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത്. ഇന്നലെ ഹണി റോസ് ഇവിടെ കൊച്ചിയിൽ വളരെ ഗുരുതരമായ
എന്താണ് ആരോപണങ്ങളുള്ള പരാതി കൊടുത്തതിന് തൊട്ട് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിൽ കൊച്ചിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇതിപ്പോൾ AR ക്യാമ്പിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പറയുന്ന സ്ഥിരം രീതിയിൽ കാണിക്കാറുള്ള ഈ പറയുന്ന തംസപ്പ് അംഗം കാണിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻ്റായി ബോബി ചെമ്മണ്ണൂർ പോലീസ് വാഹനത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും അത് കളികാര്യമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഗുരുതരമായ പരാതിയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഉള്ള തമാശയൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചതെങ്കിൽ ആ തമാശ എന്തായാലും ഇപ്പോൾ സീരിയസ് ആയിരിക്കുന്നു, തമാശ കാര്യമായിരിക്കുന്നു. അത് തമാശയല്ല എന്നെന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവണം. അത്രത്തോളം ഗുരുതരമായ ലൈംഗികാധിക്ഷേപമാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയത്. അതൊരിക്കൽ ഒരു പൊതുപരിപാടിയിൽ വെച്ചല്ല. അത് ബോബി ചെമ്മണ്ണൂർ ഏതാണ്ട് ശീലം പോലെ അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഹണി റോസിൻ്റെ പരാതി. ഹണി റോസ് ഇല്ലാത്ത പരിപാടിയിൽ പോലും അത് ഈ പറഞ്ഞ ഡബിൾ മീനിങ് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഹണി റോസ് പറയുന്നുണ്ട്. അതിനുശേഷം ഈ കേസെടുത്തതിന് ശേഷവും എന്തുകൊണ്ടാണ് കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള അത് പുരാണത്തിലെ സാമ്യം എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ഒക്കെ കണ്ടു എന്താണ് ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ശാസനയുടെ സ്വഭാവത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഹണി റോസ് പിന്നീട് പേര് വെളിപ്പെടുത്തി രംഗത്ത് വരികയും ഇപ്പോൾ കേസിലേക്ക് പോവുകയും ചെയ്യുന്നു. സുർജിത്ത്, ഇപ്പോൾ പോലീസ് ജീപ്പിൽ കൊച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ഹാഷ്മി, കൊച്ചിയിലേക്ക് ഇപ്പോൾ വാഹനം കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് ഒരു പോലീസ് ജീപ്പിലേക്ക് അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിന്റെ പിറകിലായി അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഉൾപ്പെടെ സഞ്ചരിക്കുന്നുമുണ്ട്. ഇവിടെ നിന്ന് അല്പസമയം മുമ്പാണ് പുത്തൂർവയലിലെ AR ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ഒരു കസ്റ്റഡി നടപടി ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്തു നിന്നുമുള്ള പ്രത്യേക പോലീസ് സംഘവും അതോടൊപ്പം തന്നെ വയനാട് SP-യുടെ കീഴിലുള്ള സ്ക്വാഡും അവർ ചേർന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നേരെ അത് 1000 ഏക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭൂമിയുണ്ട് ഇവിടെ. അതിൽ റിസോർട്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ചില അനുബന്ധ ടൂറിസം സജ്ജീകരണങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു കസ്റ്റഡി നടന്നിരിക്കുന്നത്. കസ്റ്റഡിക്ക് ശേഷം ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോയിരിക്കുന്നത് കൊച്ചിയിലേക്കാണെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ആ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. നേരെ കൊച്ചിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഹാഷ്മി, ബോബി ചെമ്മണ്ണൂർ എന്തായാലും കോൺഫിഡൻ്റായി കാണപ്പെടുന്നു. സുർജിത്ത്, പോലീസ് ജീപ്പിന് ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ്. ഗ്ലാസ് ഇല്ലായിരുന്നുവെങ്കിൽ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞേനെ ഉറപ്പായും. നടി ഹണി റോസിന്റെ പരാതിയിലാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. വയനാട് മേപ്പാടി 1000 ഏക്കറിനടുത്തുള്ള എറണാകുളം സെൻട്രൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം സെൻട്രൽ പോലീസിലെ പോലീസ് സംഘവും വയനാട് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. ബോബി ചെമ്മണ്ണൂർ മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര പുറപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പക്ഷേ ഈ കോയമ്പത്തൂരേക്ക് പുറപ്പെടാനുള്ള യാത്രയായിരിക്കാം ഒന്നുകിൽ, അല്ലെന്നുണ്ടെങ്കിൽ കേരളം വിടുക. അത് സ്ഥിരം സ്ട്രാറ്റജിയാണ്. മുൻകൂർ ജാമ്യ ഹർജി നൽകുകയും അതുവരെ മാറി നിൽക്കുകയും മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടായതിനു ശേഷം കീഴടങ്ങണോ വേണ്ടയോ എന്നുള്ള ആലോചനകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മളതിൽ സമാനമായ മോഡസ് ഓപ്പറാൻഡി പല പ്രതികളുടെ കാര്യത്തിൽ അടുത്ത കാലത്ത് തന്നെ കണ്ടതാണ്. അപ്പോൾ ആ പോസിബിലിറ്റിയിലൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ പോലീസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ